ആശമാരുടെ സമരത്തെ സംബന്ധിച്ച പ്രമുഖ വാർത്താ ചാനലായ 24-ൽ നടന്ന ഒരു അന്ത്യചർച്ചയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. വയറ് നിറച്ച മറുപടി കൊടുക്കുക എന്നൊക്കെ പറയുന്നത് പോലെ അവതാരകനും മുൻ SFI-കാരനുമായ ഹാഷ്മിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക നല്ലത് കിട്ടി. ചർച്ചയുടെ പ്രധാന ഭാഗം അതായിരുന്നു. ഇടത് പ്രതിനിധിയായിട്ട് പുതുപ്പള്ളിയിലെ പുതുപണം മാറും മുൻപ് തോറ്റ ജെയ്ക് സി തോമസും ഉണ്ടായിരുന്നു. ഇത് നിയമസഭയല്ല എന്ന് പറഞ്ഞു തുടങ്ങി രാഹുലിനോട് ചോദ്യം ചോദിച്ച ഹാഷ്മിയോട് നിയമസഭയായാലും ചായക്കടയിലെ ചർച്ചയായാലും പറയേണ്ടിടത്ത് പറയണമെന്ന മറുപടിയിൽ തുടങ്ങി ഹാഷ്മിയുടെ വാ അടപ്പിക്കുകയാണ് മാങ്കൂട്ടത്തിൽ. ആ ഭാഗങ്ങളിലേക്ക് പോകാം. മാങ്കൂട്ടത്തിൽ ഇവിടെ ദേശാമാനയുടെ ആദ്യം പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് നിയമസഭയല്ലോ, ചാനൽ ചർച്ചയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതാ പറയുന്നു, അതേ തന്ത്രമാണ് കേരളത്തിൽ 26,125 ആശമാരിൽ OV സുരേഷിന്റെ ബൈലയിൽ വരുന്ന ലേഖനമാണ്. കേരളത്തിൽ 26,125 ആശമാരിൽ ഒട്ടും സ്വാധീനമില്ലാത്തതും ആശമാർ നേതൃത്വത്തിലില്ലാത്തതുമായ സംഘടനയുടെ പേരിൽ SUC നടത്തുന്നത്. CITU, INTUC, STU എന്നിവയിൽ അഫിലിയേറ്റ് ചെയ്ത യൂണിയനുകളാണ് ആശമാർ അംഗങ്ങളായുള്ളത്. CITUവിലാണ് ഭൂരിപക്ഷം. ആശമാർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി സംഘടിത യൂണിയനുകളെ തകർക്കാനുള്ള SUC നീക്കം INTUC തിരിച്ചറിഞ്ഞെങ്കിലും കോൺഗ്രസ് നേതാക്കൾ BJPക്കൊപ്പം സമരത്തിന്റെ മുന്നിലുണ്ട്. എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് നേതാക്കൾ BJPക്കൊപ്പം സമരത്തിന്റെ മുന്നിൽ നിൽക്കുന്നത്? ഞാൻ പറയട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവർ ആരുമല്ല. ഇവർ ഈ ആശമാരുടെ ഒരു പ്രാതിനിധ്യമേ ഇല്ല. അവർ എവിടെ ഇരിക്കുന്ന ചെറിയൊരു സംഘം ആളുകളാണെങ്കിൽ എന്തിനാണ് സമരത്തിലേക്ക് നോക്കുന്നത്? എന്തിനാണ് CITU ആ സമരം പൊളിക്കാൻ ഇറങ്ങുന്നത്? എന്തിനാണ് ഈ പറയുന്ന അധിക്ഷേപങ്ങൾ മൊത്തം നടത്തുന്നത്? എന്തിനാണ് വീണ ജോർജ് ആവർത്തിച്ച് പ്രതികരിക്കുന്നത്? എന്തിനാണ് സമരം തുടങ്ങിയപ്പോൾ അവരുടെ കുടിശ്ശിക കൊടുത്തു തീർത്തത്? രാഹുൽ, അവർ ചെറിയ സംഘമല്ലേ? ശ്രീ ഹാഷ്മി, അങ്ങയുടെ ചോദ്യത്തിന് മുമ്പ് അതിപ്പോൾ നിയമസഭയായാലും ചാനൽ ചർച്ചയായാലും ചായക്കടയിലെ ചർച്ചയായാലും ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയുക എന്നതിനപ്പുറം നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ബബ്ബെ അടിച്ചുകൊണ്ടിരുന്നിട്ട് ഇത് നിയമസഭയല്ല, ചാനൽ ചർച്ചയല്ല, ചായക്കടയല്ല എന്നൊക്കെ പറഞ്ഞ് ഓർമ്മപ്പെടുത്തിയിട്ട് പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല. ഇനി അങ്ങയുടെ ഞാൻ വരാം. എന്റെ ചോദ്യം ഒന്ന്, ഇവിടെ ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ SUCയുടെ നാവാണോ രാഹുൽ? അല്ല, അത് ആരോഗ്യവകുപ്പ് മന്ത്രി എന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി എന്നെ പറ്റി പറഞ്ഞത് SUCയുടെ നാവാണെന്നാണ്. ഈ ഒരു സമരത്തിന്റെ ഭാഗമായി സംസാരിക്കുന്നതിന്റെ പേരിൽ കേരളത്തിലെ ഏറ്റവും ന്യായമായി സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ സമരത്തിന് വേണ്ടി സംസാരിക്കുന്നതിന്റെ പേരിൽ അവരിനി തന്നെ SUC എന്ന് വിളിച്ചാലോ തീവ്രവാദി എന്ന് വിളിച്ചാലോ എന്ത് വിളിച്ചു കഴിഞ്ഞാൽ ആ സമരത്തിൽ നിന്ന്, ആ കോസിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് വളരെ കൃത്യമായി സൂചിപ്പിക്കാനായിട്ടുള്ളത്. അതവിടെ ഞാൻ വിടുന്നു, വ്യക്തിപരമല്ലല്ലോ ഇത്തരം ചർച്ചകളൊന്നും തന്നെ. ഇവിടുത്തെ വിഷയം എന്താണ്? ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി കടന്നു വന്നിരിക്കുന്ന അദ്ദേഹം സൂചിപ്പിച്ചു BJP എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ കേരളത്തിന് തരാനുള്ള പണത്തെ പറ്റിയിട്ട്. BJP കേരളത്തിന് പണം തരാനുണ്ട്. ആ പണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നിച്ച് ആശമാരെ കൂട്ടിപ്പോയി സമരം ചെയ്യാം. പക്ഷെ അതിനു മുൻപ് ഈ ആശമാരോട് നിങ്ങളൊന്ന് സംസാരിക്കാൻ തയ്യാറാകണ്ടേ? ഇപ്പോ ഇവിടെ ഇരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള സംവാദകൻ, അദ്ദേഹവും ഞാനും ഒന്നിച്ച് പങ്കെടുത്തിട്ടുള്ള ഒരു ചാനൽ ചർച്ച ഉണ്ടായിരുന്നു. അത് കർഷക സമരവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ കർഷക സമരം ഇരുന്നപ്പോൾ എന്റെയും അദ്ദേഹത്തിന്റെയും പൊതുവായ വാദം എന്തായിരുന്നു? ഇത്ര രൂക്ഷമായ രാജ്യത്തൊരു സമരം നടക്കുമ്പോൾ, കർഷകരുടെ ഒരു പ്രധാനപ്പെട്ട സമരം നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവരോടൊന്ന് സംസാരിക്കുവാൻ തയ്യാറാകാത്തത്? ആ ചോദ്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ആപ്ലിക്കബിൾ അല്ലേ? നമ്മൾ നരേന്ദ്രമോദിയോട് ഉന്നയിക്കുന്ന അതേ വിമർശനം തന്നെയാണ് ശ്രീ പിണറായി വിജയനോടും ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ശ്രീ നരേന്ദ്രമോദി കേന്ദ്രത്തിൽ കർഷകരോട് സംസാരിക്കാത്തതുപോലെ എന്തുകൊണ്ടാണ് ശ്രീ പിണറായി വിജയൻ അതേ പാത പിൻപറ്റിക്കൊണ്ട് കേരളത്തിലെ ആശാവർക്കർമാരോട് സംസാരിക്കാത്തത്? ഇവിടെ അദ്ദേഹം പറഞ്ഞു കേന്ദ്രം പൈസ തരാനുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, കേന്ദ്രത്തിന് നമുക്ക് ഉത്തരവാദിത്വം കൊടുക്കാം. സംസ്ഥാന സർക്കാരിന് യാതൊരുവിധമായ ഉത്തരവാദിത്വവും ഇത്തരം വിഷയങ്ങളില്ല എങ്കിൽ 2014 ശ്രീ എളമരം കരീം ഈ വിഷയം ശ്രദ്ധ ക്ഷണിക്കലായി നിയമസഭയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിൽ അംഗമായിരിക്കുമ്പോഴല്ല കൊണ്ടുവന്നത്. കേരള നിയമസഭയ്ക്കകത്ത് 2014 ആശാ വർക്കർമാരുടെ ശമ്പളം 10,000 രൂപയാക്കണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കേരള നിയമസഭയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പൊ കേന്ദ്രം മാത്രമാണ് ഇതിനകത്ത് ഉത്തരവാദിയെങ്കിൽ എന്തിനാണ് ശ്രീ എളമരം കരീം കേരള നിയമസഭയിൽ സംസാരിക്കുന്നത്? എന്തിനാണ് പശ്ചിമ ബംഗാളിലെ CITU യൂണിയൻ അവിടെ 5 ലക്ഷം രൂപ റിട്ടയർമെന്റ് ആനുകൂല്യം പ്രഖ്യാപിച്ചിരുന്നിട്ട് കൂടി ആശാ വർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞ ശ്രീമതി മമതാ ബാനർജിക്കെതിരായിട്ട് സമരം ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് കഴിഞ്ഞ വർഷം ഹരിയാനയിലെ CITU അവിടുത്തെ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ കാര്യാലയത്തിന് മുന്നിൽ പോയി സമരം ചെയ്തതിന് വേണ്ടിയിട്ടാണ്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മുന്നിൽ ഒരു മാതൃകയുണ്ട്. ഇവിടെ കർണാടകയിൽ
ആശാ വർക്കർമാരുടെ സമാനമായ ഒരു സമരം നടക്കുന്നു. ആ സമരപ്പന്തലിലേക്ക് ചെന്ന് അവരോട് സംസാരിച്ച് മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചു വരുത്തി 10,000 രൂപയാക്കി പ്രഖ്യാപിച്ചിരിക്കുന്നു. അവിടുത്തെ ആശാ വർക്കർമാരുടെ ഡിമാൻഡ് 10,000 രൂപയായിരുന്നു കേട്ടോ. ആ 10,000 രൂപയായി 10,000 രൂപ ഡിമാൻഡ് അംഗീകരിച്ചുകൊണ്ട് 10,000 രൂപ പ്രഖ്യാപിച്ചൊരു മുഖ്യമന്ത്രി നമ്മുടെ കർണാടകയിലുണ്ട്. സിദ്ധരാമയ്യ എന്നാണ് മുഖ്യമന്ത്രിയുടെ പേര്. ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അതുവഴി ഇവരുടെ സമരത്തിന്റെ തലക്കിലൂടെ നിരന്തരമായി ഇങ്ങനെ ഉലാത്തുകയല്ലേ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനൊന്നും സംസാരിക്കാൻ കഴിയാത്തത്? ഒരു ജനകീയ സമരത്തോടും സംസാരിക്കില്ല എന്ന് അദ്ദേഹത്തിന് എന്തിനാണ് ഇത്ര വാശി? ഇന്ന് ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കേരളത്തിലെ മന്ത്രിമാരെല്ലാം പോയല്ലോ. ഇവര് വിട്ടിരുന്നല്ലോ ഒരു സങ്കട പൊങ്കാല. ആറ്റുകാൽ പൊങ്കാലയുടെ പ്രത്യേകത, ആറ്റുകാൽ അമ്മയുടെ ഭക്തരായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസം എന്താ? പൊങ്കാല ഒന്നിട്ടാൽ ദേവി പ്രസാദിക്കും, എല്ലാ ദുരിതങ്ങളും അകലും എന്നാണ് ആറ്റുകാൽ പൊങ്കാലയിടുന്ന മുഴുവൻ ഭക്തരുടെയും പ്രതീക്ഷയും വിശ്വാസവും. ഈ പാവത്തുകളും ഈ സാധു മനുഷ്യരും ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല ഇട്ടിട്ടുണ്ട്. ആ ആറ്റുകാൽ അമ്മ പ്രസാദിക്കും. ആ ആറ്റുകാൽ അമ്മ പ്രസാദിച്ചാലെങ്കിലും ശ്രീ പിണറായി വിജയനും ശ്രീമതി വീണ ജോർജും ഈ സാധുക്കളോടൊന്ന് പ്രസാദിക്കുമോ? ഇനി BJPക്കെതിരായിട്ട് നമുക്ക് സമരം ചെയ്യാം, ഒരു തർക്കവുമില്ല. അതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ MP കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിൽ പോയി കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയോടും കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയോടും ഒക്കെ ഞങ്ങൾ പോയി സംസാരിക്കുന്നത്. പാർലമെന്റിൽ ഈ വിഷയം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്ത ശ്രീ ഷാഫി പറമ്പിലാണ്, ശ്രീ പ്രേമചന്ദ്രനാണ്. ഈ വിഷയത്തിൽ ഞങ്ങൾ പാർലമെന്റിലും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നു, ഇപ്പൊ സമരം എന്തോ ആയിക്കോട്ടെ, ഇപ്പൊ BJP ആണ് ഇനി പണം തരാനുള്ളതെന്നുള്ള ശ്രീ ജയിക്കിന്റെ വാദത്തെ അതിനെ പൂർണ്ണമായിട്ട് എടുത്തുകൊണ്ട് പറയാം. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ശ്രീ ജയിക്കെ BJPക്കെതിരെ BJP പണം കൊടുക്കാനുള്ളതാണെങ്കിൽ എന്തിനാണ് നിങ്ങളുടെ CITU നേതാവ് ഈ ആശാ വർക്കർമാരെ ആക്ഷേപിക്കുന്നത്? എന്തിനാണ് കൃമികളെന്ന് കീടങ്ങളെന്ന് വരെ വിളിക്കുന്നത്? എന്തിനാണ് പാട്ടവർക്കികളെന്ന് വരെ വിളിക്കുന്നത്? ഇങ്ങനെയൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്നതിനാണ് ഈ സമരത്തെ ഒന്ന് അഭിവാദ്യം ചെയ്ത് അവരോടൊന്ന് സംസാരിച്ചാൽ എന്താ? മാത്രമല്ല, എന്താണ് ഈ സമരം പറയുന്നത്? എന്താണ് 700 രൂപ പ്രതിദിനം? 700 രൂപ പ്രതിദിനം കൊടുക്കാമെന്ന് പറഞ്ഞത് ആരാണ്? 2021 അങ്ങയുടെ പാർട്ടി അധികാരത്തിൽ വരാനായി ജനങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന പ്രകടന പത്രികയിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന വാഗ്ദാനമാണ്. നിങ്ങൾക്ക് അധികാരത്തിൽ വരാൻ ഈ ജനങ്ങളെ പറ്റിക്കുവാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞ 700 രൂപയ്ക്ക് വേണ്ടിയാണ് ഈ സാധു മനുഷ്യന്മാർ പോയി അവിടെ സമരം ചെയ്യുന്നത്. ആ സമരത്തെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അവർക്ക് പണം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, കള്ളം പറയുന്നു എന്ന് മാത്രമല്ല, ഇതെല്ലാം അവരുടെ ടാർപോളിൻ ഷീറ്റ് വലിച്ചു പറിച്ചുകൊണ്ട് പോകുന്നു എന്ന് മാത്രമല്ല, ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്ക് അവരെ ഒന്ന് അധിക്ഷേപിക്കാതിരിക്കുന്നൂടെ? ഈ സാധു മനുഷ്യരെ ഒന്ന് അധിക്ഷേപിക്കാതിരുന്നാൽ തന്നെ അതുപോലൊരു വലിയ മാന്യതയായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാൻ കഴിയില്ലേ? എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു CITU നേതാവ് പറഞ്ഞത്? കുട മാത്രമേ ഉള്ളൂ, ഉമ്മ കൊടുത്തിട്ടുണ്ടോ എന്നാണ് പറഞ്ഞത്. എന്താ അങ്ങേക്ക് ഒരു ഒറ്റവരി ഒന്ന് അപലപിക്കാൻ അങ്ങ് തയ്യാറാകുമോ? ഇതിന് സമാനമായിട്ടല്ലേ മനോഹർലാൽ ഖട്ടർ എന്ന് പറയുന്ന BJPയുടെ മുഖ്യമന്ത്രി, അദ്ദേഹം കർഷക സമരത്തിന്റെ നേതാക്കന്മാരെ തീവ്രവാദികൾ എന്ന് വിളിച്ചതുപോലെ നിങ്ങളുടെ നേതാക്കന്മാരെ പാട്ടവർക്കികൾ എന്ന് വിളിക്കുകയല്ലേ? എന്താണ് നിങ്ങൾ ആ മനോഹർലാൽ ഖട്ടർ ഹിന്ദിയിൽ പറയുന്നു, നിങ്ങളുടെ CITU നേതാക്കന്മാർ ശ്രീ എളമരം കരീം തൊട്ട് ഇങ്ങോട്ടുള്ള ആളുകൾ മലയാളത്തിൽ പറയുന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ സമരങ്ങളോടുള്ള നിങ്ങളുടെ പൊതു സമീപനത്തിൽ തീവ്രവാദികളെന്ന് വിളിച്ചില്ലെന്ന് പറയല്ലേ? നാട്ടിലെ സാധാരണ